ഗൈസ്, അപ്പോൾ ഇത് നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്. ഹന്ന ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്, ഞാനും ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇത് നമ്മളൊരു ഓഡിറ്റോറിയത്തിലാണ് പോകുന്നത്. മറ്റു ചില വിശേഷങ്ങളൊക്കെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നൊരു ഔട്ടിങ്ങും ഷോപ്പിങ്ങും ഒക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയ വന്ന റോഡായിരുന്നു. നല്ല സ്പീഡിൽ അതിലൂടെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ചുവന്ന കളർ ലൈറ്റ് കത്തി സിഗ്നലിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ പച്ച കത്തി. ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഫുഡ് സെക്ഷനിൽ പോയി. ആദ്യം ഞങ്ങൾ അൽസയും പഞ്ചസാരയും ഒക്കെ ഇട്ട് കഴിച്ചു. പിന്നെ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതും മസാലയിലെ ചിക്കൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. മസാലയും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അച്ചാറും സാലഡും ഒക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. ഫുഡ് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സ്വീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ള ഒരു പാർക്കിലാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ഉള്ളത്. പിന്നെ നമുക്ക് അവിടെ വിശ്രമിക്കാനും ഇരിക്കാനും ഒക്കെ നല്ല സ്പേസ് ഉണ്ട്. ഹന്ന അതാ അവിടെ ഒരു തവള എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തവളയൊന്നല്ല. ഇങ്ങോട്ട് കായലും അങ്ങോട്ട് നല്ല കടൽ പ്രദേശമുള്ളൊരു സ്ഥലമായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലേക്ക് പോയി, പാർക്കിലേക്ക്. അപ്പോൾ ഗൈസ്, അവിടെ ഒരു അണ്ണാൻ ഉണ്ടായിരുന്നു. ഞാനതിനെ നോക്കാൻ പോയതായിരുന്നു. ദാ അവിടെ ഒരു അണ്ണാനെ കാണുന്നില്ലേ നിങ്ങൾ? അവിടെ ഒരു ബദത്തിന്റെ മരമുണ്ടായിരുന്നു. ആ മരം നിറയെ ബദങ്ങളായിരുന്നു. അതിൽ നിന്ന് 2-3 ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് ആ ബദം.
ഐസ്ക്രീം ഒക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പോയത് ഷോപ്പിങ്ങിലേക്കാണ്. അപ്പോൾ ഗൈസ്, ആദ്യം ഞങ്ങൾ കളിക്കുന്ന സെക്ഷനിലേക്കാണല്ലോ പോയത്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ ഒരു സംശയമില്ലാതെ പുൾമി അപ്പം ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ലോഡഡ് ഫ്രൈസ് ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ചു കുടിച്ചു. ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയത് ഷോപ്പിങ്ങിലേക്കായിരുന്നു. ഇവിടെ കണ്ടോ ഒരു കുഞ്ഞു ബേബിയെ പോലത്തെ ഒരു പാവ. അതിനോട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എടുക്കാനൊക്കെ തോന്നി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. ഇന്ന് നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ